നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. നടി ഖുശ്ബു സുന്ദറിന്റെയും സംവിധായകൻ സുന്ദർ സിയുടെയും മൂത്ത മകൾ അവന്തിക സുന്ദറിന്റെ വിവാഹം ഗോവയിലെ ഒരു ആഡംബര റിസോർട്ടിൽ വെച്ച് നടന്നിരിക്കുകയാണ്. ശ്രാവൺ ശ്രീനിവാസനാണ് അവന്തികയുടെ വരൻ. സിനിമാ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ഈ വിവാഹ ചടങ്ങ് താരസമ്പന്നമായ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഖുശ്ബുവിനും സുന്ദർ സിയ്ക്കും അവന്തികയെ കൂടാതെ അനന്തില എന്ന ഒരു മകൾ കൂടിയുണ്ട്. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തെ വൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗോവയിൽ എത്തിയിരുന്നത്. തെലുങ്ക് സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി, നാഗാർജുന അക്നേനി, വെങ്കിടേഷ് എന്നിവരും അമല അക്നേനി, തൃഷ കൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ സജീവ സാന്നിധ്യങ്ങളായിരുന്നു. തമിഴ് മുഖ്യമന്ത്രി വിജയെ ചെന്നൈയിലെ വസതിയിലെത്തി നേരിട്ട് ക്ഷണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നില്ല. പ്രമുഖ താരങ്ങൾ ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു. ബോളിവുഡിൽ നിന്നും ജാക്കി ഷ്രോഫ്, അനിൽ കപൂർ എന്നിവരും വിവാഹത്തിൽ പങ്കെടുത്തത് അതിഥികളുമായി സംവദിച്ചതും എല്ലാം വീഡിയോകളായി വരുന്നുണ്ട്. പരമ്പരാഗത ദക്ഷിണേന്ത്യൻ വേഷവും മുണ്ടും വേഷ്ടിയും ധരിച്ചാണ് താരങ്ങൾ ചടങ്ങിൽ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. താരങ്ങളുടെ ഈ ലളിതവും മനോഹരമായ ലുക്ക് ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വിവാഹത്തിന് മുന്നോടിയായി ഖുശ്ബുവും സുന്ദർ സിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ക്ഷണം നൽകിയിരുന്നു. ദില്ലിയിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ഖുശ്ബു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും പ്രധാനമന്ത്രിയുടെ അനുഗ്രഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. വിവാഹ ചടങ്ങിനിടെ തെന്നിന്ത്യൻ താരം തൃഷ, സൂപ്പർ താരം ചിരഞ്ജീവിയും അദ്ദേഹത്തിന്റെ ഭാര്യയും സംസാരിക്കുന്ന വീഡിയോകളും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്. 80കളിലെ പ്രമുഖ താരങ്ങളെല്ലാം ഒരേ ഫ്രെയിമിൽ എത്തിയ ഈ വിവാഹ ചടങ്ങ് സിനിമാ പ്രേമികൾക്ക് ഒരു വലിയ വിരുന്ന് തന്നെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധ നേടുന്ന കാര്യം എന്തെന്നാൽ വിജയ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടില്ല എന്നതാണ്. തൃഷ മറ്റു താരങ്ങൾക്കൊപ്പമാണ് ഇരിക്കുന്നത്. എന്നാൽ നേരത്തെ ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് തൃഷയും വിജയും ഒരുമിച്ച് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് എത്തിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഇത് വിജയുടെ ഭാര്യ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് പിന്നാലെ ആയിരുന്നു എന്നതിനാൽ തന്നെ ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യവുമായിരുന്നു. വിജയ് പാർട്ടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലായിരുന്നു ആ വിവാഹം. അതിനുശേഷമാണ് വിജയ് തൃഷയ്ക്കൊപ്പം പരസ്യമായി തന്നെ രംഗത്തെത്തി തുടങ്ങിയത്. വിവാഹമോചനത്തിന് ഭാര്യ കേസ് കൊടുത്ത സാഹചര്യത്തിൽ ട്വിന്നിംഗ് ഡ്രസ്സ് ധരിച്ച് കല്യാണത്തിൽ പങ്കെടുത്തതും തിരഞ്ഞെടുപ്പ് ഫലം തൃഷയ്ക്ക് വേണ്ടി ആഘോഷിക്കപ്പെട്ടതും സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻ സീറ്റ് തൃഷയ്ക്ക് വേണ്ടി ഇരിപ്പിടം ഒരുക്കിയതുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നടൻ അജിത്തിന്റെ അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് വിജയ് എത്തിയപ്പോഴും കൂടെ തൃഷയും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇരുവരും ഈ രീതി തന്നെ തുടരുന്നത് എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രധാന ചോദ്യം. എന്നാൽ ആളുകളുടെ ആ ചോദ്യം മുഖ്യമന്ത്രിയായ വിജയ് മാറ്റമുണ്ടാക്കി എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വിജയ് മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റതു മുതൽ തമിഴ് ജനതയോട് നീതി പാലിക്കുമെന്ന് സത്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഉയരുന്ന എല്ലാ വിവാദങ്ങളെയും വിജയ് ഒന്നൊന്നായി നികത്താൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണോ ഈ കല്യാണത്തിൽ തൃഷയ്ക്കൊപ്പം വിജയെ കാണാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂൺ 22-ന് ആയിരുന്നു വിജയുടെ പിറന്നാൾ ദിവസം. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം വരുന്ന ആദ്യ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ അതേറെ സ്പെഷ്യൽ ആയിരുന്നു വിജയ്ക്ക്. അന്നേ ദിവസം തൃഷയുടെ പോസ്റ്റ് എന്താകും എന്നറിയാൻ ഏവരും കാത്തിരിക്കുകയുമായിരുന്നു. എന്നാൽ പിറന്നാൾ ആശംസകൾ താരം പോസ്റ്റ് ചെയ്യാതെ വന്നതോടെ വിജയുമായി തൃഷ പിരിഞ്ഞു എന്ന വാർത്തകളും വന്നു തുടങ്ങി. എന്നാൽ ആ പ്രചരണത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വിജയ്ക്കൊപ്പം കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോ തൃഷ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ഒപ്പം എന്റെ ജീവിതം അർത്ഥപൂർണമാക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിക്ക് ജന്മദിന ആശംസകൾ എന്നൊരു കുറിപ്പും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയമായി മാറിയിരിക്കുന്നത്. ഇത് AI ആണെന്നാണ് ഏവരും പറയുന്നത്. ഇതിന് തെളിവുകളും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരത്തുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത്, ആ വലിയ കേക്ക് അടുത്തുള്ള കത്തി നോക്കൂ, മുന്നിലുള്ള ഒരു കേക്കിലും കട്ട് ചെയ്തതു എന്ന് കാണിക്കുന്നില്ല. പിന്നെ കേക്കിന്റെ ഭാഗങ്ങൾ കത്തിയിൽ എങ്ങനെയാണ് വന്നത് എന്നതാണ് ചോദിക്കുന്നത്. രണ്ടാമതായി പറയുന്നത് കേക്കിലെ മെഴുകുതിരി ശ്രദ്ധിച്ചു നോക്കൂ എന്നതാണ്. ഒന്നിൽ സാധാരണ പോലെ കത്തി നിൽക്കുന്ന മെഴുകുതിരി ആണെങ്കിൽ മറ്റേതിൽ വെള്ള കളറിലാണ് തീ കത്തുന്നത്. ഇതെന്താണ് ഇങ്ങനെ എന്ന ചോദ്യവും പ്രസക്തമാണ്. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് വിജയ് ഇട്ടിരിക്കുന്ന സെയിം ഷർട്ട് ഇട്ടുകൊണ്ടുള്ള വിജയുടെ ചിത്രങ്ങളും വീഡിയോകളും 2024-ലും പ്രചരിച്ചിട്ടുണ്ട് എന്നതാണ്. 2 വർഷം മുൻപുള്ള ഒരു ഷർട്ട് വിജയെ പോലെയുള്ള ഒരാള് ഇപ്പോഴും ഉപയോഗിക്കും എന്ന് പറയുന്നതിൽ ഒരു അസ്വാഭാവികത ഇല്ലേ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. നാലാമതായി പറയുന്നത് മുന്നിലുള്ള ആ ചെറിയ 3 കേക്കുകളെ കുറിച്ചാണ്. കോൺഗു എന്ന പ്രീമിയം ബൊട്ടീസ് പറ്റിസറി ആൻഡ് കഫേ എന്നുള്ളതാണ് അവർ ആ കേക്ക് വാങ്ങിയിരിക്കുന്നത്. അവർക്കാണെങ്കിൽ മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ് ഔട്ട്ലെറ്റ് ഉള്ളത്. അതായത് ചെന്നൈയിൽ ഇല്ല.
വിജയ്ക്കാണേലെ പിറന്നാൾ ദിവസം വൈകിട്ട് വരെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്കാണ് പോയത്. അതിനുശേഷം തന്റെ വസതിയിലേക്ക് പോകുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു. വിജയുടെ വസതിയിൽ തൃഷ വന്നിരുന്നു എങ്കിൽ അതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഇപ്പോൾ തന്നെ വാർത്തകളായും വൈറലായും തീർന്നേനെ. ഇതൊക്കെ കൊണ്ടാണ് ഇത് AI നിർമ്മിതമാണോ അല്ലെങ്കിൽ പഴയ ചിത്രമാണോ എന്ന തരത്തിലുള്ള നിഗമനത്തിലേക്ക് ആരാധകർ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രം വ്യാജമാണെന്നും AI ഉപയോഗിച്ച് തൃഷ നിർമ്മിച്ചതാണെന്നുമാണ് ഗായിക സുചിത്ര ആരോപിക്കുന്നത്. വീഡിയോയിലൂടെയാണ് സുചിത്ര തൃഷയെ ആരോപണങ്ങൾക്ക് ഉന്നയിച്ചിരിക്കുന്നത്. ഗൈസ്, അക്ക പങ്കുവച്ചത് AI ജനറേറ്റഡ് ഫോട്ടോയാണോ? ഞാൻ വലിയ AI എക്സ്പെർട്ട് ഒന്നുമല്ല. എന്റെ അക്കൗണ്ടിൽ ഒരാൾ കമന്റ് ചെയ്തതാണ് ഇങ്ങനെ. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ഫാബ്രിക്കും കളറും സ്വാഭാവികമായി തോന്നുന്നില്ല. സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. അത് എല്ലാം 2D ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഏത് ചിത്രം വേണമെങ്കിലും എടുത്തു നോക്കൂ. തോളിൽ അങ്ങനെയുള്ളതാണ് ഷർട്ട് കാണിക്കുന്നത്. കാരണം അത് യഥാർത്ഥ ഷർട്ടല്ല എന്നാണ് സുചിത്ര പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖം അസംബ്ലിയിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നിന്നുള്ളതാണെന്നും അവൾ എടുത്തു പറയുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ അസംബ്ലിയിൽ നിന്നും കിട്ടും. ആ മുഖം മുടിയും എല്ലാം അസംബ്ലിയിൽ നിന്നുള്ള ചിത്രങ്ങളെ പോലെ തന്നെയാണ്. AIയോട് ചോദിച്ചാൽ അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഉണ്ടാക്കി തരിക. ബർത്ത്ഡേ കേക്കിനൊപ്പം 3 ടിറാമിസു, അതും അത്രയും വലിയ 3 ടിറാമിസു. കേക്കിന് മുകളിൽ പൂക്കൾ. ഇത്രയും വലിയ പൂക്കൾ ആരാണ് കേക്കിന് മുകളിൽ വെക്കുന്നത്? ഷർട്ടിന്റെ ഫാബ്രിക്കും മേശയും ബ്ലെൻഡായി പോയിട്ടുണ്ട്. ഇതാണോ കാതൽ? അയ്യോ, ഭയങ്കരമായിരിക്കുന്നു എന്നും സുചിത്ര പറയുന്നുണ്ട്. നേരത്തെ എല്ലാ അർത്ഥവത്താക്കുന്ന വ്യക്തിക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് തൃഷ കുറിച്ചിരുന്നത്. കേക്കും താരവുമായുള്ള ചിത്രമായതിനാൽ നടിക്കൊപ്പമായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ നടന്റെ പിറന്നാൾ ആശംസ ആഘോഷം എന്നായിരുന്നു ആരാധകർ ചോദിച്ച പ്രധാന ചോദ്യം.